അങ്ങനെ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ട് അർജുനനോട് പറഞ്ഞു, നീ ഇവിടെ താമസിക്കുക, ഇവിടെ നിന്ന് നിനക്ക് ഇനിയും ദിവ്യായുധങ്ങൾ ലഭിക്കും, അത് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാം, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ ആള് എത്തിക്കൊള്ളും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരോഭവിച്ചു, അപ്രത്യക്ഷനായി. അപ്പോഴാണ് യമൻ പ്രത്യക്ഷപ്പെടുന്നത്. യമൻ പ്രത്യക്ഷപ്പെട്ട് സകല ജന്തു ഭീകരമായ അദ്ദേഹത്തിൻ്റെ ദണ്ഡ് എന്ന് പറയുന്ന ആയുധം, യമദണ്ഡം എന്ന് പറയുന്ന ആയുധം അർജുനന് കൊടുത്തു. നമസ്കരിച്ച് അദ്ദേഹം അത് വാങ്ങി. പിന്നീട് വരുണൻ എത്തുന്നു. അർജുനൻ അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത് വരുന്നത് വരുണനാണ്. വരുണ പാശം എന്ന് പറയുന്ന സൈന്യത്തിൻ്റെ മേൽ ഈ പാശം വീശിയാൽ മതി, സൈന്യങ്ങൾ പരാജയപ്പെട്ട് നിലംപതിക്കും. അങ്ങനെ വരുണൻ്റെ പാശം അദ്ദേഹത്തിന് ലഭിച്ചു. വീണ്ടും തപസ് തുടർന്നു. തപസ്സിൻ്റെ തുടർച്ചയിൽ പിന്നീട് പ്രത്യക്ഷപ്പെട്ടത് കുബേരനായിരുന്നു. കുബേരനും അദ്ദേഹത്തിൻ്റെ ദിവ്യായുധം ഇദ്ദേഹത്തിന് സമ്മാനിച്ചു. ഇങ്ങനെ 3 തരത്തിലുള്ള ദിവ്യായുധങ്ങൾ അദ്ദേഹം അവിടെ വെച്ച് നേടി. ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് പ്രയോഗിച്ചാൽ മതി.